അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ പാട്ട് കേട്ടല്ലോ. അപ്പൊ നിങ്ങൾ പഠിച്ചൊരു പാട്ടുണ്ടല്ലോ ഖുർആനെ കുറിച്ച്. അതായത് ഈ പരിശുദ്ധ ഖുർആൻ ഓതുമ്പം നമ്മൾ പാലിക്കേണ്ട അദബുകള് അല്ലെ, അതല്ലേ അതിനകത്ത് പാട്ടിൽ പറയുന്നത്. അല്ലാഹുവിന്റെ പോരിശക്കലാമു ഖുർആൻ, അത് മാനവർക്ക് മാർഗദർശിയാണ് തിബിയാൻ. മിസ്വാക്ക് ചെയ്ത വായ വൃത്തിയാക്കി ഓതണം, മുസ്ഹഫ് ഒരൽപ്പമുയരമുള്ളിടത്ത് വെക്കണം. വേണ്ടതാണ് കിബില നേർത്തിരിഞ്ഞിരിക്കണം, വസ്ത്രം സ്ഥലം ഇതൊക്കെ വൃത്തിയായിരിക്കണം. എന്താ നമ്മൾ പറഞ്ഞത്? മിസ്വാക്ക് ചെയ്ത് വായ വൃത്തിയാക്കിയോദണം, മുസ്ഹഫ് ഒരൽപ്പം ഉയരമുള്ളിടത്ത് വെക്കണം. ഒളു വേണ്ടതാണ് ഖിബില നേർത്തിരിഞ്ഞിരിക്കണം, വസ്ത്രം സ്ഥലം ഇതൊക്കെ വൃത്തിയായിരിക്കണം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അല്ലെ? എന്തൊക്കെയാ പറഞ്ഞത്? മിസ്വാക്ക് ചെയ്യണം, പല്ല് തേച്ചുകൊണ്ടിരിക്കാം. ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ്. നമ്മൾ മിസ്വാക്കിന്റെ പാട്ടൊക്കെ പഠിച്ചില്ലേ? എന്താ പഠിച്ചത്? നമ്മൾ ഉറങ്ങാൻ നേരത്ത്, നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ, പിന്നെ വുളൂഇൻ നേരത്ത് ചെയ്യുക മിസ്വാക്ക്. പല്ലിന് വേദന വരികില്ല, പല്ലുകളോ കേടാകില്ല, മുത്തുനബിയുടെ സുന്നത്ത് കുഞ്ഞെ ചെയ്യുക മിസ്വാക്ക്. എന്താ പല്ല് കേക്കൽ ഒരുപാട് സ്ഥലങ്ങളിൽ സുന്നത്തുണ്ട് അല്ലെ? പ്രധാനപ്പെട്ട പ്രതിഫലം കിട്ടുന്ന വലിയൊരു അമലാണ് പല്ല് തേക്കൽ അല്ലെ? അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. എന്താണ്? ഖുർആൻ ഓതാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം? പല്ല് തേക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. ഒരു പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്ക് എഴുതും. നമ്മുടെ നന്മ തിന്മകൾ എഴുതത്തില്ല, നന്മ തിന്മകൾ തൂക്കത്തില്ലേ? നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ള നന്മകളും തിന്മകളെത്തൊക്കെ ചോദ്യം ഇല്ല. അപ്പൊ നമ്മുടെ നന്മയുടെ തട്ടിൽ ത്രാസിൽ ഭാരം തൂങ്ങുന്ന ഒരു വലിയൊരു അമലാണ് ഏത്? പല്ല് തേക്കുക. അപ്പൊ പല്ല് തേച്ചിട്ട് വേണം ഖുർആൻ ഓതാൻ ആരംഭിക്കുന്നത് അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ ഉറങ്ങാൻ നേരത്തൊക്കെ പല്ല് തേക്കണം എന്ന് പറഞ്ഞില്ല. അപ്പൊ പല്ല് തേച്ചിട്ട് പിന്നെ വൃത്തിയായിട്ട് വേണം ഖുർആൻ തൊടാൻ അല്ലേ? മുസാഹഫ് എന്ന് പറയുന്ന ഖുർആൻ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ കലാമാ. ഈ ഖുർആനിലെ പേപ്പറിലേക്ക് എഴുതിയപ്പോൾ എന്തായി മാറി? അതിന്റെ പേരാണ് മുസാഹഫ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള എല്ലാം എന്താണ്? ഖുർആനാണ്, അള്ളാഹുവിന്റെ കലാമാണ്. പക്ഷെ അത് നമ്മുടെ പേപ്പറിൽ എഴുതി കിട്ടി അല്ലെ? എഴുതിയപ്പോ എന്തായി മാറി? മുസ്ഹഫായി. അപ്പൊ മുസ്ഹഫ് എന്ത് വേണം? എപ്പോ ഓതാൻ നോക്കുമ്പോൾ നമ്മൾ ഉയരമുള്ള സ്ഥലത്ത് വെക്കണം അല്ലെ? നമ്മുടെ വീട്ടിൽ കുറെ പുസ്തകങ്ങൾ ഇരിക്കുന്നു, അതിനിടയ്ക്ക് മുസ്ഹഫ് ഇരിപ്പുണ്ട്. അങ്ങനെ വെക്കാൻ പാടുണ്ടോ? മുസ്ഹഫ് എപ്പോഴും വെച്ചാൽ എന്ത് ചെയ്യണം? ഉയർന്ന സ്ഥലത്ത് അല്ലെ? അതായത് തിരിച്ചറിവില്ലാത്ത കുട്ടികളൊന്നും എടുക്കുന്ന സ്ഥലത്താവരുത്. പിന്നെ എന്ത് ചെയ്യണം? രണ്ടാമത് പറഞ്ഞെന്താണ്? ഒളു ചെയ്യണം അല്ലേ? ഖിബില നേരെ തിരിഞ്ഞിരിക്കണം. ഖിബിലയെ കുറിച്ച് നമുക്ക് നല്ലോണം ഒരു പാട്ട് പാടാനുണ്ട്. ഖിബിലക്കിരുന്ന് പഠിച്ചാലും ഓതിയാലൊക്കെ പെട്ടെന്ന് മനപ്പാടാവും. മനസ്സിലായോ? ഖിബിലക്കിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക ബുദ്ധിശക്തി അള്ളാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കും. കാരണം നിസ്കാരം പോലും നമ്മളെ എങ്ങോട്ട് ഡയറക്ഷൻ പിടിച്ചിട്ടാ? ഖിബിലക്ക് അല്ലേ? നമ്മുടെ ഇബാദത്തെല്ലാം ഇതിലോട്ടാണ് അല്ലേ? പവിത്രമാം മക്കയിൽ പുഞ്ചിരി തൂകുന്ന പ്രപഞ്ചനാഥന്റെ വീട്, പ്രകാശമേറുന്ന വീട്, ലക്ഷ്യങ്ങളെത്തി ലക്ഷ്യങ്ങൾ നേടാൻ പ്രാർത്ഥന ചെയ്യുന്ന വീട്, പാരിത നടുവിലെ വീട്. നമുക്ക് അടുത്ത പാട്ട് അത് പാടണം കേട്ടോ. അത് വലിയൊരു പാട്ട് നമ്മുടെ പുസ്തകത്തിലുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം ആ പാട്ട് നമുക്ക് പാടണം. അപ്പം ഖിബിലക്ക് നേരെ തിരിഞ്ഞിരിക്കണം അല്ലേ? വസ്ത്രം തലം ഇതൊക്കെ വൃത്തിയായിരിക്കണം. നമ്മുടെ വസ്ത്രവും സ്ഥലങ്ങളൊക്കെ എന്താവണം? ഇനി എന്താണ് നീ തുടങ്ങുന്നത്? എങ്ങനെ അടുത്തത്? അഊദു ബിസ്മിയും തുടക്കമായി ഓതണം, ഓത്തൊന്നു സാവധാനം ഭക്തിയോടെയാവണം. എന്താണ്? അഊദോട് കൂടി എന്ത് ചെയ്യാവുള്ളൂ? ഖുർആൻ തുടങ്ങാവുള്ളൂ. കാരണം അഊദ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആദ്യം ഓതുന്ന ആദ്യം താഴത്തെ ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആൻ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് എന്തായിരിക്കും? ബിസ്മി ആയിരിക്കും. പക്ഷെ നമ്മൾ അഊദ് ഓതിയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? തുടങ്ങത്തുള്ളൂ അല്ലെ? ഏതെങ്കിലും മുസാഹിബിന്റെ പുറത്ത് അഊദ് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഓതാതിരിക്കുവോ? ഇല്ല. എപ്പോഴും നമ്മൾ എന്ത് ഓതും? അഊദ് ഓതണം. കാരണം ഖുർആനിനക്ക് ഓദിക്കാതിരിക്കാനും ഓതിയാൽ അതിനകത്ത് ശ്രദ്ധ തിരിക്കാനും നമ്മളെ എല്ലാ നിലയിലും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ശക്തിയാണ് ആര്? ശൈത്വാൻ. ഷെയ്ത്താൻ എന്ന് കേട്ടാൽ നമ്മൾ എന്ത് പറയണം? ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണം. എന്താ പറയണം? അങ്ങനെ പറയുമ്പോൾ ഷെയ്ത്താൻ ഇഷ്ടമല്ല. ഷെയ്ത്താൻ എന്ന് പറയുന്നത് ഷെയ്ത്താന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് പറയണം. ഇത് പറഞ്ഞാൽ അവന് ഇഷ്ടമല്ല. അതാണ് അള്ളാഹുവിന്റെ ശാപം അവന്റെ മേലുണ്ടാവട്ടെ എന്നാ. അപ്പൊ അഊദും നമ്മൾ എന്ത് ചെയ്യണം? ഓണം. അപ്പൊ എന്താ പറയുന്നത്?
അഊദു ബിസ്മിയും തുടക്കമായി ഓതണം, ഓതൊന്നു സാവധാനം ഭക്തിയോടെയാവണം. നല്ല ഭയഭക്തിയോടെ ഓതണം. കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും അരസമായിട്ടൊന്നും അല്ല ഓതേണ്ടത്. മനസ്സിലായോ? വിശുദ്ധ ഖുർആനാണ്. ലോക സംരക്ഷകനായ അള്ളാഹുവിന്റെ കലാമാണ്. കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞ സംസാരങ്ങളാണ് ഖുർആനിലുള്ളത്. അതിനെ എന്ത് ചെയ്യുന്നു? അതിന്റെ ആദരവോടെ ഭയഭക്തിയോടെ നമ്മൾ കാണണം. അതാണ് അവിടെ പറഞ്ഞത് കേട്ടാ. ഇന്നടുത്ത് എന്താണ്? സജദയുടെ ആയത്തോതിയാൽ സുജൂദ് ചെയ്യണം. സജദയുടെ ആയത്തോതിയാൽ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സജദയുടെ ആയത്ത് എന്ന് പറയാ സുജൂദിന്റെ ആയത്തുകളുണ്ട്. 14 സ്ഥലങ്ങളിലുണ്ട്. ഈ 14 സ്ഥലങ്ങളിൽ ഖുർആനിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സുജൂദ്. ഉദാഹരണം പറഞ്ഞാൽ ഇഖ്റ ബിസ്മി സൂറത്ത് അല്ലെ, സൂറത്തുൽ അലഖിന്റെ അവസാനം ഒരു അടയാളം കാണും അല്ലെ. അങ്ങനെ 14 സ്ഥലങ്ങളിലുണ്ട്. ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഒതോടുകൂടി ചെയ്യാവുള്ളൂ. ഒന്നും ഇല്ലെങ്കിൽ ഖുർആൻ ഓതാം. പക്ഷെ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ എന്തുണ്ട്? ഒതോടുകൂടി ഓതിയാൽ നമ്മളെ മുസാഹിഫ് ഒരു സ്ഥലത്തോട്ട് മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് തക്ബീർ ചൊല്ലിയിട്ട് നിയ്യത്തോടുകൂടി എന്ത് ചെയ്യണം? ഞാൻ എന്തിലേക്കാ പോകുന്നത്? സുജൂദ് ചെയ്യുമ്പോൾ നിയ്യത്ത് വേണം അല്ലെ. കൈ കെട്ടിയിട്ട് സജദയുടെ സുജൂദ് ചെയ്യുക എന്നുള്ള നിയ്യത്ത് ചെയ്തിട്ട് കൈ കെട്ടിയിട്ട് അല്ലാഹു അക്ബർ എന്നുള്ള കൈ കെട്ടിയിട്ട് നമ്മൾ സുജൂദ് ചെയ്യണം അല്ലെ. എന്നിട്ട് നമ്മൾ ഓതും. എന്തോന്നും സുജൂദിൽ എന്താ പറയേണ്ടത്? സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ്ഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ആ ദിക്ർ പഠിക്കണം കേട്ടാ, സജദയുടെ സുജൂദ്. എന്നിട്ട് എന്ത് ചെയ്യണം? എഴുന്നേറ്റിരുന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് ഇരുന്നോട്ട് എന്ത് പറയാം? നമ്മള് വലത്തോട്ട് എടുത്ത് എന്നിട്ട് നമുക്ക് ഓതാം. പിന്നെ അവിടെ ബിസ്മി ഓതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ സുജൂദ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? നിർത്തിയത്. സംസാരിക്കാൻ വേണ്ടി ഇപ്പൊ അത്യാവശ്യത്തിന് ഒരാൾ ഉമ്മ വിളിച്ചു അല്ലെ വാപ്പ വിളിച്ചു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, നമ്മൾ അവിടെ മറുപടി കൊടുക്കണം അല്ലെ. അപ്പൊ അവിടെ നിർത്തിയിട്ട് വീണ്ടും ഓതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബിസ്മി ഓതണം. പക്ഷെ ഇവിടെ സജദയുടെ സുജൂദ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണോ? ബിസ്മി ഓതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സജദ എന്ന് പറഞ്ഞ സൂറത്തിന്റെ പേര് പോലും സജദ എന്നാ, സൂറത്തു സജദ. അടുത്ത എന്താണ്? സംസാരവും കളിച്ചിരി ഇതൊക്കെ മാറണം. എന്താ പറയുന്നത്? സംസാരവും കളിച്ചിരി ഇതൊക്കെ മാറണം. ഒത്തിന്റെ അവസാനമായ വന്ന് ദിക്ർ ചൊല്ലണം. എന്താ പറഞ്ഞത്? ഒത്തിന്റെ അവസാനമായി വന്ന ദിക്ർ ചൊല്ലണം. സംസാരവും കളിച്ചിരി ഇതൊക്കെ മാറണം. ഒത്തിന്റെ അവസാനമായി വന്ന ദിക്ർ ചൊല്ലണം. എന്താ ദിക്ർ? സദഖല്ലാഹ്. അത് അടുത്ത വരിയിപ്പന്ന്. അതെന്താണ്? അത് സദഖല്ലാഹുൽ അലീം എന്നതാണെന്നോർക്കണം. അത് സദഖല്ലാഹുൽ അലീം എന്നതാണെന്നോർക്കണം. നീ ഖത്മു ചെയ്ത് നിയത്തിടുന്ന ദുആ ചെയ്യണം. നീ ഖത്മു ചെയ്ത് തീർന്നുടൻ ദുആ ചെയ്യണം. എന്താണ്? നീ ഖത്മ എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ ഓതി തീരുന്നതിന് എന്ത് പറയുന്നത്? ഖത്മ ഓതുക എന്ന് പറയും. പൂർത്തിയാക്കി ഓതുക അല്ലെ. അങ്ങനെ ഓതുമ്പോൾ നമ്മൾ ഒരു അദബ് പാലിക്കണം. എന്താണെന്നറിയോ? അതപ്പോ എന്താന്ന് വെച്ചാൽ നമ്മൾ സൂറത്ത് നാസിലെ അവസാനമുള്ളത് ആദ്യത്തെ ഒരു 5 ആയത്തും കൂടെ ഓതണം. അലിഫ് ലാം മീം. ഫാത്തിഹയും ഓതണം, അലിഫ് ലാം മീം 5 ആയത്ത് ഓതി വെച്ചിട്ടേ ദുആ ചെയ്യാവുള്ളൂ. എന്നുള്ള ഖുർആൻ ഓതി നമ്മൾ പൂർത്തിയാക്കാനൊക്കത്തില്ല. എപ്പോഴും ഇനി എന്ത് ഓതിക്കൊണ്ടിരിക്കുക. അടുത്ത ഖത്തം തുടങ്ങി വെക്കണം. എന്താണ്? അടുത്ത ഖത്തം തുടങ്ങി വെക്കണം. അടുത്ത ഖത്തം എന്ത് ചെയ്യണം? തുടങ്ങി വെക്കണം അല്ലെ. അതുപോലെ ഖത്തം പൂർത്തീകരിക്കുമ്പം സൂറത്തുൽ ഇഖ്ലാസ് 4 വട്ടം ഓതണം. എത്ര വട്ടം ഓതണം? 4 വട്ടം ഓതണം. കാരണം എന്താ? ഈ ഖുർആൻ ഓതിയാൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് പരിഹരിക്കപ്പെടും അല്ലെ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഖുർആന്റെ പരിശുദ്ധ ഖുർആൻ ഓതുമ്പം അപ്പം അതിനകത്ത് എന്തെങ്കിലും പിഴവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ വേണ്ടി ഇത്ര 4 വട്ടം ഓതും. എത്ര ഓതും? 4 വട്ടം. ഇത് മുഴുവനും നിൻ ശീലമാക്കി കൂലി വാങ്ങണം. നമ്മളിപ്പോ ഈ പറഞ്ഞ അദബുകളൊക്കെ എന്താണ്? ഇത് മുഴുവനും നീ ശീലമാക്കി കൂലി വാങ്ങണം. അള്ളാഹുവിന്റെ പോരിശ കലാമു ഖുർആൻ അത് മാനവർക്ക് മാർഗദർശിയാണ് തിബിയാൻ. അള്ളാഹുവിന്റെ പോരിശ കലാമു ഖുർആൻ അത് മാനവർക്ക് മാർഗദർശിയാണ് തിബിയാൻ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഖുർആനെ കുറിച്ച് പറഞ്ഞല്ലേ. ഇനിയും ധാരാളം പറയാനുണ്ട് അല്ലേ. അല്ലാഹു തആല നമുക്കെല്ലാം ഖുർആൻ കൊണ്ട് ഇരുലോകത്ത് നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. ഖുർആൻ മുഴുവനും ഹിഫ്ളാക്കാനും അത് മനഃപ്പാഠമാക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.